എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് കാവേരി നദീജല തർക്കത്തിലെ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു നദീജല തർക്കത്തിലേക്ക് അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്ന ഒരു സാധ്യത കൊണ്ടുവരുന്ന ഒരു ഡാം നിർമ്മാണത്തെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ടാക്ലിംഗ് റൂറൽ ഇക്കണോമിക് ഡിസ്ട്രസ് ഓപ്പൺ ഡിസ്കഷനിലെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരിക്കുന്ന പാകപ്പിഴകളെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനുണ്ട്. എന്താണ് ഈ നദീജല തർക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വിഷയം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എ പാനൽ ടു ഇൻവെസ്റ്റിഗേറ്റ് ചാർജസ് ഓഫ് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ഇൻ മേക്കഡാട്ട്. ഇതൊരു എന്താണ് രണ്ട് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒഴുകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് ഉള്ള ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള പോണ്ടിച്ചേരിക്കും ബെനിഫിഷ്യറി ആയിട്ടുള്ള ഒരു നദിയാണ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉള്ള ഒരു നദിയാണ് കാവേരി നദി എന്ന് പറയുന്നത്. കാവേരി നദിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു നല്ല ശതമാനം കാർഷിക വൃത്തിയും തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഈ കാവേരി നദിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡാം, അതിനെ ചൊല്ലിയിട്ടുള്ള ഒരു തർക്കം പതുക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിന് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഒരു സ്റ്റോപ്പ് തൽക്കാലം ഇട്ട് നിർത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ലെവൽ കമ്മിറ്റി അല്ലെങ്കിൽ ജോയിന്റ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. they are directed to submit a report on or before July 5th. എന്താണ് കാവേരി നദി എന്ന് നമുക്ക് നോക്കാം. കാവേരി നദി എന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാം, കർണാടകത്തിലെ കൂർഗിലെ തലക്കാവേരി എന്ന സ്ഥലത്ത് നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി നദി എന്ന് പറയുന്നത്. ഈ കാവേരി നദി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയും റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയും ഉണ്ട്. അപ്പൊ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയിൽ, അതായത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള അല്ലെങ്കിൽ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹാരംഗി, ഹേമാവതി, ശിംഷ, അർക്കാവതി തുടങ്ങിയിട്ടുള്ള ചില ഹേമവതി തുടങ്ങിയിട്ടുള്ള എന്താണ് നദികളാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. 2015 ഒരു UPSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയും ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏതാണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഏതാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്നൊരു ചോദ്യം പ്രിലിമിനറിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ട് വരുന്നത് കബനി ഉണ്ട് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കബനി, സുവർണവതി, ഭവാനി തുടങ്ങിയ നദികൾ എന്താണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയാണ് ഇവർ ഡാം ഉണ്ടാക്കാൻ പോകുന്നത് എന്നതാണ് അതിലെ ഏറ്റവും തർക്കത്തിന് കാരണമായിട്ടുള്ള വിഷയം. നമുക്കറിയാം ഇത് കർണാടകത്തിലെ അല്ലെങ്കിൽ കർണാടക പ്ലേറ്റുവിൽ ഉത്ഭവിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് എന്താണ് ഒഴുകിയിട്ട് കർണാടക പ്ലേറ്റിൽ നിന്ന് തമിഴ്നാട് പ്ലെയിനിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ശിവസമുദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ ശിവസമുദ്രത്തിലാണ് ഈ വെള്ളം രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നത്. അതിനുശേഷം ഈ വെള്ളം എന്ത് ചെയ്യും, അല്ലെങ്കിൽ പിരിഞ്ഞുപോയ വെള്ളങ്ങൾ അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ നദി വീണ്ടും ഒരുമിക്കുന്നത് മേക്കഡാട്ട് ഗോർജിൽ വെച്ചാണ്. മേക്കഡാട്ട് ഗോർജ്. ഈ മേക്കഡാട്ട് ഗോർജിലാണ് കർണാടക ഒരു ഡാം പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വളരെയധികം ഒരു ഫ്യൂറോർ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദേ വിൽ ബി കട്ടിംഗ് ഡൗൺ ദ വാട്ടർ സപ്ലൈ ടുവേർഡ്സ് തമിഴ്നാട്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പരിശോധനയായിട്ടാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇതിനൊരു ജോയിന്റ് കമ്മിറ്റി സ്ഥാപിച്ചത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ അവസ്ഥ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അടുത്തത് എന്താണ് കാവേരി നദി എന്ന് പറയുന്നത്? ഇതിനെ നമ്മൾ വിളിക്കുന്നത് ദക്ഷിണ ഗംഗ ഓർ ഗംഗ ഓഫ് ദ സൗത്ത് എന്നാണ് വിളിക്കുന്നത്, സാധാരണ അറിയപ്പെടുന്നത്. ദ കാവേരി റിവർ റൈസസ് ആൻ എലിവേഷൻ ഓഫ് 1341 meter at Talakaveri on Brahmagiri range near ചേറങ്കല വില്ലേജ് ഓഫ് കൊടക്. ഇന്നത്തെ കൂർഗ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് തലക്കാവേരി എന്ന സ്ഥലത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്, കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 800 കിലോമീറ്റർ ആണ് ഈ നദിയുടെ നീളം എന്ന് പറയുന്നത്. ഇറ്റ് ഫ്ലോസ് എ സൗത്ത് ഈസ്റ്റേർലി direction for 705 kilometers through the states of Karnataka and Tamil Nadu and descends the Eastern Ghats in the series of Great Folds. Before emptying into Bay of Bengal south of Kadalur, Tamil Nadu, the river breaks into a large number of distributaries forming a wild delta called Garden of South India. നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഗാർഡൻ ഓഫ് സൗത്ത് ഇന്ത്യ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കടലൂരിന് അടുത്തുള്ള അല്ലെങ്കിൽ കടലൂരിൽ നിന്ന് ഈ കാവേരി ബേ ഓഫ് ബംഗാളിലേക്ക്
അല്ലെങ്കിൽ വീഴുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് ഇതൊരു ഒരുപാട് ചെറിയ കൈവഴികളായിട്ട് വിഭജിക്കുകയും ആ റീജിയനെ എല്ലാം എന്ത് വിളിക്കുന്നു, ഒരു ഗാർഡൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്നും പേര് വിളിക്കുന്നുണ്ട്. ദ കാവേരി ബേസിൻ എക്സ്റ്റെൻഡ്സ് ഓവർ ദ സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാടു, കർണാടക, കേരള ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് പുതുച്ചേരി, ഡ്രെയിനിങ് ആൻ ഏരിയ ഓഫ് 81,000 സ്ക്വയർ കിലോമീറ്റർ. ഇതൊരു ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാം. ഉദാഹരണം, ഇതിൽ ഏറ്റവും കാവേരി റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കാവേരി ബേസിൻ എവിടെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ചോദ്യം ചിലപ്പോൾ നമുക്ക് പ്രിലിംസിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തമിഴ്നാടു, കർണാടക, കേരള ആൻഡ് UTI ഓഫ് പുതുച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, ഈ 4 റീജിയനുകളാണ് എന്ത് കാവേരി ബേസിൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു മാപ്പിന്റെ ഒരു മാപ്പ് ഞാൻ കാണിക്കാം, നമുക്ക് കാണാം. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ ഇത് കർണാടക, ഇത് കേരള റീജിയൻ ആണ്. കേരള റീജിയനിൽ ഒരു എക്സ്റ്റൻഷൻ കേരളത്തിലേക്കുണ്ട്. അതുപോലെ തന്നെ എന്താണ് തമിഴ്നാടുണ്ട്. അതിനുശേഷം ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് കരൈക്കൽ, ബേ ഓഫ് ബംഗാളിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് പല കൈവഴികളായിട്ട് കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കൈവഴികളായിട്ട് കടന്നു പോകുന്നു. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കേരളത്തിലും എന്താണ് ഇതിന്റെ അല്ലെങ്കിൽ കാവേരി ബേസിന്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ കേരളത്തിലും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. ഇറ്റ് ബൗണ്ടഡ് ബൈ വെസ്റ്റേൺ ഗാർഡ്സ് ഓൺ ദ വെസ്റ്റ്, by eastern ghats on the east and the south, and the ridges separating it from Krishna basin and Pennar basin on the north. ഇതൊക്കെ ഒരു പോയിന്റുകളായിട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. അടുത്ത, the Nilgiris and offshore of western Ghat extends eastwards to the eastern Ghats and divide the basin into 2 natural and political regions, Karnataka Plateau in the north and the Tamil Nadu Plateau in the south. Physiographically, the basin can be divided into 3 parts. One, വെസ്റ്റേൺ ഗാർഡ്, പ്ലേറ്റു ഓഫ് മൈസൂർ ആൻഡ് ഡെൽറ്റ. ഇതൊക്കെ ഒരു പ്രിലിമിനറി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ മതി. ഇവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് റെഡ് സോയിൽ ആണ്. റെഡ് സോയിൽ ഓക്യുപ്പൈ ലാർജ് ഏരിയാസ് ഇൻ ദ ബേസിൻ. അലൂവിയൽ സോയിൽ ആർ ഫൗണ്ട് ഇൻ ദ ഡെൽറ്റ റീജിയൻ. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരാൻ പോകുന്ന ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമുക്കറിയാം. The basin in Karnataka receives rainfall mainly from southwest monsoon and partially from northeast monsoon. The basin in Tamil Nadu receives good flows from the northeast monsoon. നമുക്കറിയാം 2 തരത്തിലുള്ള മൺസൂണിന്റെയും ഒരു ബെനിഫിഷ്യറിയാണ് എന്ത് കാവേരി ബേസിൻ എന്ന് പറയുന്നത്. അതായത് ഒരു അധികവും കിട്ടുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ്, പക്ഷെ ഒരു പാർഷ്യലായിട്ട് നോർത്ത് ഈസ്റ്റ് മൺസൂണിലും നമുക്ക് കിട്ടാറുണ്ട്. ഇറ്റ്സ് അപ്പർ കാച്ച്മെന്റ് ഏരിയ receives rainfall during summer by southwest monsoon and lower catchment area during the winter season by retreating northeast monsoon. ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പർ കാച്ച്മെന്റ് ഏരിയയിൽ മഴ കിട്ടുന്നത് എപ്പോഴാണ്? സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നും. അതുപോലെ ലോവർ കാച്ച്മെന്റ് ഏരിയയിൽ മഴ കിട്ടുന്നത് എപ്പോഴാണ്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണിലും മാത്രമാണ് മഴ കിട്ടുന്നത്. ഇറ്റ് ഈസ് therefore almost a perennial river. അതായത് നമുക്കറിയാം 2 മൺസൂണിന്റെയും ഒരു ബെനിഫിഷ്യറി ആയതുകൊണ്ട് ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാ സീസണിലും ജലം അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു നദിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻസ് ആസ് വെൽ. അറൌണ്ട് ശിവസമുദ്രം നമുക്കറിയാം ആർ ദ സീനിക് ശിവസമുദ്രം ഫോൾസ് plunging a total of 100 meter and reaching a width of 100 meter to 300 meter in the rainy season. It falls supply hydroelectric power Mysore, Bengaluru and Kola gold fields. ഇതൊക്കെ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഒന്ന് ഓർത്ത് വെക്കുക. ശിവസമുദ്രം എന്ന പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കണം. കാര്യം എന്താണ്? ശിവസമുദ്രത്തിൽ വെച്ചാണ് ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ബൈഫർക്കേറ്റ് ചെയ്യുന്നതും. അതിനുശേഷം എന്താണ് മേക്കഡാട്ട് ഗോർജിൽ വെച്ച് ഇത് മെർജായി ഒരുമിച്ച് ഒഴുകാൻ തുടങ്ങുന്നു. അവിടെയാണ് ഒരു പ്രൊപ്പോസ്ഡ് ഡാം, കർണാടകയുടെ പ്രൊപ്പോസ്ഡ് ഡാം വന്നിരിക്കുന്നത്. അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തമിഴ്നാടും കർണാടകയും തമ്മിൽ ഒരു തർക്കത്തിലേക്ക് വരികയും ഗ്രീൻ ട്രിബ്യൂണൽ ഇടപെടുകയും ചെയ്തത്. അതിനുവേണ്ടി ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ സ്ഥാപിച്ചു. ആ ഹൈ ലെവൽ കമ്മിറ്റി ഷുഡ് സബ്മിറ്റ് their report by 5th day of July 2021. അടുത്തൊന്നാണ് ഇംപീരിയസ് സ്റ്റെപ്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഒരു ആർട്ടിക്കിൾ ആണ്. നമ്മുടെ ലക്ഷദ്വീപില് പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്ന ഒരുപാട് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഒരു ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ 2021 എന്നൊരു പ്രപ്പോസൽ, ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു. അതേ ചൊല്ലി ഒരു വലിയ ഫ്യൂറോർ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് കാരണമായിട്ടുള്ള ചില പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ലക്ഷദ്വീപ് എന്താണ്? ഇറ്റ്സ് an archipelago of 36 islands totaling 32 square kilometers in Arabian Sea, has had an idyllic existence as a union territory. അപ്പോൾ നമുക്കറിയാം
ഇത് നമ്മുടെ ലക്ഷദ്വീപ് അല്ലെങ്കിൽ നമ്മുടെ അറബിക്കടലിന്റെ അല്ലെങ്കിൽ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ഇറ്റ് ഈസ് ദ നോർത്തേൺ മോസ്റ്റ് ഓഫ് ഐലൻഡ്. അതായത് നമുക്കറിയാം ലക്ഷദ്വീപ് മാലേ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മാലേ ചാഗോ ഗ്രൂപ്പ് ഐലൻഡ്സിലെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ഐലൻഡ് ആണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ആണ്. ഇതിനകത്ത് 12 അറ്റോളുകളുള്ള ഒരു വലിയ ഒരു ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. നോർത്തേൺ സൈഡിനെയും അല്ലെങ്കിൽ സദേൺ സൈഡിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് 11 ഡിഗ്രി പാരലൽസ് ആണ്. അതായത് നമ്മുടെ 11 ഡിഗ്രിയിലുള്ള ലാറ്റിറ്റ്യൂഡുകളാണ് നോർത്തിനെയും സൗത്തിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് 11 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡുകളാണ് നമുക്കറിയാം. അതുപോലെ തന്നെ എന്താണ് ലഗൂൺസ്, ഇതിന്റെ ലഗൂൺസിന് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ തുടങ്ങിയ മേഖലയിലേക്ക് നോക്കുവാണെങ്കിൽ ഫിഷറി, അതുപോലെ തന്നെ മിനറൽ ഡിപ്പോസിറ്റുകൾ വളരെയധികം ഉള്ള ഒരു മിനറൽ റിസോഴ്സുകളുടെ അല്ലെങ്കിൽ മിനറൽ ഡെപ്പോസിറ്റുകളുടെ ഒരു ശേഖരം തന്നെ അല്ലെങ്കിൽ ഒരു ട്രഷർ തന്നെയാണ് ഈ ലക്ഷദ്വീപും ലക്ഷദ്വീപിന് അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് 9 ഡിഗ്രി ചാനൽ ഓൾസോ ലൊക്കേറ്റഡ് നിയർ ബൈ ലക്ഷദ്വീപ് ഐലൻഡ്സ്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഡയറക്ട് റൂട്ട് ഫോർ ഷിപ്പ് സെയിലിംഗ് ഫ്രം പേർഷ്യൻ ഗൾഫ് ബൗണ്ട് ടു ഈസ്റ്റ് ഏഷ്യ. അതായത് കിഴക്കൻ ഏഷ്യയിലേക്കുള്ള ഗൾഫ് നേഷൻസിന്റെ ഒരു സുഗമമായിട്ടുള്ള ഒരു കപ്പൽ ചാലാണ് ഈ 9 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അത് തന്നെയല്ല, ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്കും ശ്രീലങ്ക, മാൽഡീവ്സ് തുടങ്ങിയ ദ്വീപ രാജ്യങ്ങളിലേക്കും ഉള്ള ഒരു വളരെയധികം ആക്സസും അല്ലെങ്കിൽ ഉള്ള ഒരു പോയിന്റ് ആണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് വെരി സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആസ് വെൽ. സോ ദാറ്റ് വി നീഡ് മച്ച് മോർ കെയർ ആൻഡ് വി മസ്റ്റ് ബി ഹാവിംഗ് എ കൈൻഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ടുവേർഡ്സ് ലക്ഷദ്വീപ് ആസ് വെൽ. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ചില തീരുമാനങ്ങൾ, അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനങ്ങൾ ചിലതാണ്. ഒന്ന്, the consumption of or sale of beef, a part of food habits of many, could be an offense punishable by 7 years in prison. അതായത് അവിടെയുള്ളവർ ആരെങ്കിലും ബീഫ് കൈവശം വയ്ക്കുകയോ ആഹരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 7 വർഷം വരെ തടവ് കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുപോലെ എന്താണ്, 2 കുട്ടികളിൽ കൂടുതലുള്ള ആളുകൾക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല. anyone could be held in prison without a reason up to a year. 1 വർഷം വരെ എന്താണ് ഒരു റീസൺ ഇല്ലാതെ പോലും എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും സംശയത്തിന്റെ പേരിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, തടവിലിടാൻ പറ്റും. അണ്ടർ എ ന്യൂ ഗുണ്ട ആക്ട്. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് ക്രൈം റേറ്റ് ഉള്ള ഒരു റീജിയൻ ആണ് അല്ലെങ്കിൽ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇതുവരെയും അല്ലെങ്കിൽ ഇത് ഫോം ചെയ്തിട്ട് ഇത്രയും വർഷമായിട്ട് വെറും 3 മർഡർ കേസുകൾ മാത്രമാണ് ആ ഐലൻഡ് റീജിയനിൽ നിന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്രയധികം ക്രൈം റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതുപോലൊരു നിയമത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ പരിശോധിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയാണ്. In a place that a very low crime rate, the traditional livelihood of fishing communities has been impeded by mindless regulation that deny them access to coastline. അതായത് ഇവരുടെ ഷെഡുകൾ പൊളിച്ചു കളയുക, അതുപോലെ തന്നെ അവർക്ക് കോസ്റ്റൽ ഏരിയയിലേക്കുള്ള ആക്സസുകൾ അല്ലെങ്കിൽ മീൻ പിടിക്കാനുള്ള സാധ്യത ഒഴിവാക്കുക, ഇങ്ങനെയുള്ള പല അവിടുത്തെ സാഹചര്യങ്ങൾക്ക് നിരക്കാത്ത രീതിയിലുള്ള അപ്ഡേഷൻസ് ആണ് ഇദ്ദേഹം കൊണ്ടുവരാൻ അവിടെ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് ഗുജറാത്തിൽ നിന്നുള്ള അമൂലിന്റെ മിൽക്ക് അല്ലെങ്കിൽ പാക്ഡ് മിൽക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. അതാണ് അവിടുത്തെ ആവശ്യങ്ങളെ മുഴുവൻ കെയർടേക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം, മുഴുവൻ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനും ഈ അഡ്മിനിസ്ട്രേറ്റർ ശ്രമിക്കുന്നുണ്ട്. സോ ദാറ്റ് this editorial demanding the central government to withdraw this particular administrator from the Lakshadweep or replace him at the earliest. ഇതാണ് ഇതിന്റെ ഏറ്റവും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ ആ കൾച്ചറിന്റെ ദ്വീപിന് തന്നെ അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു കൾച്ചർ ഉണ്ട്. അത് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഉത്തരവാദിത്വം. അതിനെ ബോധ്യമുള്ള അത് റെസ്പെക്ട് ചെയ്യുന്ന ആളെയാണ് അവിടെ അപ്പോയിന്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ ആർട്ടിക്കിളിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്.
അടുത്തത് ടാക്ലിംഗ് റൂറൽ എംപ്ലോയ്മെന്റ് ഡിസ്ട്രസ്. നമുക്കറിയാം COVID-19 ഇറ, അല്ലെങ്കിൽ നമുക്കറിയാം COVID-19 റീസൺ കാരണം ഒരുപാട് ആളുകൾക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ലോസ് ദെയർ ജോബ്. നമുക്കറിയാം രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഫോർമൽ ജോബുകൾ ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ ഇൻഫോർമൽ ജോബുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഇൻഫോർമൽ ജോബുകൾ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ they don't get enough salary or proper salary backup. അവർക്കൊരു എന്താണ് മാസം അല്ലെങ്കിൽ ഒരു കൃത്യമായ ഇടവേളകളിൽ ശമ്പളം ഉണ്ടാകാതിരിക്കുക. അതുപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സോഷ്യൽ ബെനിഫിറ്റുകൾ ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ലാതിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റ് സപ്പോർട്ടുകളും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഈ വിഭാഗം ആളുകൾക്ക്, ഫോർമൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള ഒരു വിഭാഗത്തിന് സംരക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ സാലറി ഉണ്ട്, അതുമല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകളുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസവും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറത്ത് ഈ വിശപ്പ് അല്ലെങ്കിൽ പട്ടിണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഒന്ന് PDS, രണ്ട് MGNREGA. MGNREGA നമുക്കറിയാം പലപ്പോഴും ഒരു റൂറൽ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് റൂറലിലേക്ക് ഫണ്ട് കൊടുക്കുക എന്ന ഉദ്ദേശം കൂടി എന്തിനുണ്ട്, ഈ MGNREGA കൊണ്ട്. എങ്ങനെ കൊടുക്കുക? ഒരു മിനിമം 100 ദിവസത്തെ 100 ഡേയ്സിലെ വർക്കിംഗ് ഡേ അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ തൊഴിൽ അവകാശമാക്കുക എന്നുള്ളതാണ് MGNREGA ആക്ടിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ 100 ദിവസം തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് 236 രൂപ ഒരാൾക്ക് ശരാശരി ലഭ്യമാകും, ഒരു ഹൗസ് ഹോൾഡ് ലഭ്യമാകും. അത് എവിടെയാണ് എത്തുന്നത്? റൂറൽ ഏരിയാസിൽ എത്തും. അതുപോലെ തന്നെ PDS എന്ന് പറയുന്ന പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി എന്ത് ചെയ്യാം, അവർക്ക് വേണ്ട ധാന്യങ്ങളും ആഹാരവും അല്ലെങ്കിൽ നമ്മളുടെ അരി പോലുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണ് പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജന പ്രകാരം അഡീഷണൽ 5 കിലോ ധാന്യം കൂടി ആർക്ക് കിട്ടുന്നുണ്ട്? ഈ PDS വഴി അന്ത്യോദയ അന്നയോജന കാർഡ് ഹോൾഡേഴ്സിന് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2011 സെൻസസ് പ്രകാരമുള്ള ഡേറ്റയിലാണ് ഇത് കൊടുത്തു വരുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഓൾമോസ്റ്റ് 10 കോടിയിലധികം ആളുകൾ എന്തിന്റെ പുറത്താണ്? ഈ ബെനിഫിറ്റിന്റെ പുറത്താണ്. 10 crores ആളുകൾ. അത് എന്തുകൊണ്ടാണ്? 2021 ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമുള്ള, അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഡേറ്റ വെച്ചിട്ടാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇവിടെയും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും വേണ്ട സപ്പോർട്ട് കിട്ടുന്നില്ല. ഇപ്പൊ ഈ ഇൻഫോർമൽ സെക്ടറിലുള്ള ആളുകൾ പലപ്പോഴും എന്താണ് മൈഗ്രന്റ് ലേബേഴ്സുമായിരിക്കും. ഇവിടെ മൈഗ്രന്റ് ലേബേഴ്സുമായിരിക്കും. ഈ മൈഗ്രന്റ് ലേബേഴ്സ് എന്ത് ദേ സ്റ്റാർട്ടഡ് ഹെഡിങ് ബാക്ക് ടു ദെയർ റൂറൽ ഏരിയ. അപ്പൊ ഈ റൂറൽ ഏരിയയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഉണ്ടായ കുറവുകൾ അല്ലെങ്കിൽ ഈ ആഹാര സാധനത്തിൽ, അതുപോലെ എന്താണ് റൂറൽ ഏരിയയിൽ ഉണ്ടായ തൊഴിൽ നഷ്ടങ്ങളുടെ അളവ് കൂടിയ, അതായത് MGNREGA പോലും എണ്ണം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാണ്? ഈ ആളുകളുടെ ഒരു ഡിസ്ട്രസ് വല്ലാതെ കൂടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് നമ്മളുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു രണ്ടാമത്തെ ഒരു സാധ്യതയാണ് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ഒരു 2 മാസത്തേക്ക് എന്താണ് ഈ ആഹാര സാധനങ്ങൾ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ നൽകുന്നു. ബട്ട് ഇറ്റ് മസ്റ്റ് ബി എക്സ്റ്റെൻഡഡ് അപ് ടു അനദർ 1 year or 2 year. 1.5 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്കെങ്കിലും ഈ തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കൂട്ടേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ രാജ്യത്തിന് ഇന്ന് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത്. എങ്ങനെയാണ്? ഓരോ വർഷവും നമ്മൾ ഇയർ വൈസ് മണ്ടികൾ അല്ലെങ്കിൽ ചന്തകൾ വഴി നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ബഫർ സ്റ്റോക്ക് സൂക്ഷിച്ചു വെക്കുകയും അത് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതുമാണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഘടകമായിട്ട് പറയുന്നത്. ഇനി അടുത്തത് ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് MGNREGA വേണ്ടി 73,000 കോടി രൂപ ഇൻവെസ്റ്റ് അല്ലെങ്കിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏകദേശം 38,500 കോടി രൂപ കുറവാണ് ഈ വർഷം അല്ലെങ്കിൽ അലോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 2021 അലോട്ട് ചെയ്തിരിക്കുന്നത് 73,000 കോടി രൂപയാണ് എന്തിനു വേണ്ടിയിട്ട്? MGNREGA. പക്ഷേ 2020-21 കാലഘട്ടത്തിൽ ഏക്കാൾ കുറവാണ്
എന്താണ് ഈ വർഷം 38,500 കോടി രൂപ കുറവാണ് ഈ വർഷം വന്നിരിക്കുന്നത്. എന്നാൽ ഈ MGNREGA കഴിഞ്ഞ വർഷത്തെ ഒരു ബെനിഫിഷ്യറി എന്ന് പറഞ്ഞത് 7,65,00,000 56 ലക്ഷം ആളുകളായിരുന്നു ഇതിന്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിൽ നിന്ന് 1 കോടി ആളുകളെ കുറച്ചാലും എന്താണ് ഏകദേശം 6.5 കോടി ജനങ്ങൾ ഇതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് വരും. ബെനിഫിഷ്യറി ആയിട്ട് വരുമ്പോൾ 6.5 കോടി രൂപ ആൾക്കാർക്ക് ഏകദേശം ശരാശരി വരുന്നത് നമ്മൾ 268 രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ 268 രൂപ സാലറി അല്ലെങ്കിൽ ഒരു റെമ്യൂണറേഷൻ കൊടുത്താലും നമ്മൾ അടുത്ത കാണുന്നത് ഏകദേശം 1,30,000 കോടി രൂപ MGNREGA കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് MGNREGA ഈ വർഷം വെച്ചിരിക്കുന്ന ഒരു റിവിഷൻ അല്ലെങ്കിൽ പേയ്മെന്റ് റിവിഷൻ എന്ന് പറയുന്നത് ഓരോ വർഷവും 4% ഇൻക്രിമെന്റ് ആണ്. ബട്ട് ഇറ്റ് മസ്റ്റ് ബി എക്സ്റ്റെൻഡഡ് അപ് ടു 10%. ഒരു 10% ഒരു ഹൈക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അല്ലെങ്കിൽ ഒരു ഈ COVID-19 ഇഷ്യൂസ് കൊണ്ട് ഹിറ്റ് ചെയ്തിരിക്കുന്ന റൂറൽ ഏരിയാസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ചില മാർഗങ്ങൾ. ഒന്ന് പബ്ലിക് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽ, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് വി വിൽ ഹാവ് ടു infuse fund towards the rural area through MGNREGA and similar social security measures. അടുത്തൊരു തർക്കഭൂമിയാണ് കാലാപാനി എന്ന് പറയുന്ന സ്ഥലം. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും ഒരു തർക്കഭൂമിയാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് കാലാപാനി കാണാൻ പറ്റുക. കാലാപാനി is a valley that is administered by India as part of Pithoragarh district of Uttarakhand. It is situated on the Kailash Mansarovar റൂട്ടിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, കാലാപാനി സ്ഥിതി ചെയ്യുന്നത്. It is advantageously located at the height of over 20,000 feet and serves as an observation post for the area. The Kali River in the Kalapani region demarcates the border between India and Nepal. Kali നദിയാണ് ഇതിന്റെ ഒരു border demarcate ചെയ്യുന്നത്. The Treaty of Sugauli signed by the Kingdom of Nepal and British India after Anglo-Nepalese War in 1816 located the Kali River as the Nepal's western boundary with India. The discrepancy in locating the source of Kali River led to the boundary dispute between India and Nepal, with each bound country producing maps supporting their own claims. അതായത് പലപ്പോഴും ഈ കാളി നദിയുടെ അല്ലെങ്കിൽ കാളി നദിയുടെ ഒഴുക്ക് അല്ലെങ്കിൽ കാളി നദിയുടെ ഒരു ലൊക്കേഷനാണ് ഇരു രാജ്യങ്ങളുടെയും ബോർഡറായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഈ ബോർഡറിന്റെ അല്ലെങ്കിൽ ബോർഡർ തീരുമാനിക്കപ്പെട്ട ട്രീറ്റി ഏതാണ്? ട്രീറ്റി ഓഫ് സുഗൌളി ആണ്. ഇതാരൊക്കെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്? കിങ്ഡം ഓഫ് നേപ്പാൾ ആൻഡ് ബ്രിട്ടീഷ് ഇന്ത്യ ആഫ്റ്റർ ആംഗ്ലോ നേപ്പാളീസ് വാർ ഇൻ 1816. അടുത്ത ഒരു തർക്കഭൂമിയാണ് സുസ്ഥ തീരം എന്ന് പറയുന്നത്. The change of course by Gandhak നദി is the main reason for the dispute in സുസ്ഥ area. ഈ സുസ്ഥ നദിയിൽ അല്ലെങ്കിൽ ഗന്ധക് നദിയുടെ ഒഴുക്കിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഈ തർക്കത്തിനുണ്ടായ കാരണം. സുസ്ഥ is located on the bank of Gandhak river. It is called Narayani river in Nepal. It joins Ganga near Patna, Bihar. ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമ്മുടെ ദി ഹിന്ദുവിലെ ഓപ്പൺ ഡിസ്കഷൻ എഡിറ്റോറിയൽ പേജിലെ ടേൺമോയിൽ ഇൻ നേപ്പാൾ എന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള 2 പോയിന്റുകളാണ്. ഒന്ന് സുസ്ഥയും മറ്റൊന്ന് കാലാപാനിയും. അപ്പൊ ഇതൊന്ന് വീണ്ടും ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. വീണ്ടും ഈ ആർട്ടിക്കിളുകൾ ഒന്ന് വായിക്കുക, വീഡിയോസ് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് post your doubts at the comment section. We will revert you at the earliest. Thank you.